അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകം അവസാനിക്കാൻ സമയമായാൽ സതകൂനു ഫിതനുൻ, ഒരുപാട് അപകടങ്ങൾ ഭൂമിയിലുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ, വിവിധതരം രോഗങ്ങൾ. ഖിതയിൽ ലേലിൽ മുതലും, കരാള രാത്രിയുടെ ഇരുണ്ട കഷ്ണം പോലെയുള്ള അപകടങ്ങൾ. താങ്ങാനും സഹിക്കാനും ക്ഷമിക്കാനും മനുഷ്യന് കഴിയാത്ത വിധമുള്ള അപകടങ്ങൾ മനുഷ്യന് തേടി വരും. സഹാബത്ത് ചോദിച്ചു, അത്തരം ഒരു കാലം രാജ്യത്ത് സമാഗതമായാൽ വിശ്വാസികളായ ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഒമൽ മഖ്റജു മിൻഹ, രക്ഷപ്പെടാൻ എന്താണ് നബിയെ വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുല്ലാഹി തബാറക വ തആല, അല്ലാഹു തആലയുടെ വിശുദ്ധ ഖുർആനിലേക്ക് മനുഷ്യൻ മടങ്ങണം. വിശുദ്ധ ഖുർആൻ മാറ്റിവെച്ച സമൂഹം അവരെ അല്ലാഹു പരീക്ഷിക്കും. വൈവിധ്യമാർന്ന, തടുക്കാൻ കഴിയാത്ത, ശിഫ നൽകാത്ത പലതരം രോഗങ്ങൾ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കും. അതുകൊണ്ട് ഖുർആനിലേക്കുള്ള മടക്കമാണ് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം. ഇത് ഞാൻ എന്റെ സ്വന്തം വക പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വക പറഞ്ഞതല്ല. റസൂലുള്ളാഹി വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹാ, പ്രവാചകൻ പറയുന്ന ഓരോ സംസാരവും അള്ളാഹുവിന്റെ വഹി അനുസരിച്ച്. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണമെന്ന്. വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുന്ന ഒരാൾക്ക് സൂറത്ത് ഇബ്രാഹിമിന്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ വിശുദ്ധ ഖുർആൻ നാം നിന്നിലേക്ക് ഇറക്കിയിരിക്കുന്നു. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, മനുഷ്യരെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ. ഒരുപാട് തിന്മകളിൽ ജീവിക്കുന്ന, ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ ജീവിക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന തമ്മാടിത്തങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സന്മാർഗത്തിന്റെയും സദാചാരത്തിന്റെയും നന്മയുടെയും പ്രചാരകരും പ്രബോധകരുമാക്കി മാറ്റാൻ, അവരെ ഖുർആനിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് മുഹമ്മദെ നാം നിനക്ക് ഖുർആൻ ഇറക്കിയത്. ഖുർആൻ നാം ഇറക്കി തന്നെ തന്നെ ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, മനുഷ്യരെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. ബിഇദ്നി റബ്ബിഹിം, റബ്ബിന്റെ അനുമതിയോട്ട്, എല്ലാവരും കഴിയില്ല. അള്ളാഹുവിന്റെ ഇതിനുള്ള അനുമതിയുള്ള ആളുകൾക്ക് മാത്രമേ ഖുർആനിലേക്ക് മടങ്ങാൻ കഴിയൂ. അല്ലാത്തവർ കേൾക്കും, മടങ്ങൂല. എന്നിട്ടുള്ള പറയാം, ആ മാർഗം, ഖുർആന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഇലാ സിറാത്തിൽ അസീസുൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപശാലിയുമായ അള്ളാഹുവിന്റെ നേർമാർഗമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ നേർമാർഗം അതാണ്. ഇതര ഗ്രന്ഥങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത, ഇതര ഗ്രന്ഥങ്ങളൊന്നും അതിന്റെ മുഖവുരയിൽ പറഞ്ഞിട്ടില്ലാത്ത, എവിടെയും സ്പർശിച്ചിട്ടില്ലാത്ത തൻസീലുൽ മിൻ, ഖുർആൻ ഇറക്കിയത് തൻസീലുൽ മിൻ റബ്ബിൽ ആലമീൻ എന്ന് സൂറത്ത് യാസീനിൽ കാണും. അത് ലോകരക്ഷിതാവിൽ നിന്ന് ഇറക്കിയതാണ്. നേരെ മറിച്ച് ഇതര ഗ്രന്ഥങ്ങളിലൊന്നും അള്ളാഹു ഇറക്കിയതാണെന്ന് ആ ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആൻ, തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ അള്ളാഹ് ഇറക്കിയതാണെങ്കിലും അത് അള്ളാഹു ഇറക്കിയതാണെന്ന് എവിടെയും പറഞ്ഞില്ല. പക്ഷെ ഖുർആൻ പ്രത്യക്ഷത്തിൽ തന്നെ ആ കാര്യം ഉണർത്തിയിരിക്കുന്നു. യാസീൻ വൽ ഖുർആൻ ഹക്കീം, യുക്തിഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം. തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ഖുർആൻ ലോകരക്ഷിതാവായ അള്ളാഹു ഇറക്കിയതാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഇന്നകാല സിറാത്തിൻ മുസ്തഖീം, മുഹമ്മദെ താങ്കൾ ഏറ്റവും ചൊവ്വായ മാർഗത്തിൽ ജീവിക്കുന്നവനാണ്, താങ്കളുടെ വ്യക്തിത്വം ഏറ്റവും മനോഹരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വം മനോഹരമാണ്. ആ പ്രവാചകനാണ് ജനങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ മുറുകെ പിടിക്കുകയാണ് അവസാന കാലത്തുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞു, ലാ യുസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹ, പൂർവിക സമൂഹം, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നാളിൽ ഉണ്ടായിരുന്ന ഉമ്മത്ത് ഏതൊന്നുകൊണ്ടാണോ സംസ്കരിക്കപ്പെട്ടത് ആ ഖുർആൻ കൊണ്ടല്ലാതെ ലോകത്ത് അവസാനം വരെയുള്ള ഒരു സമൂഹവും നന്നാവൂല. നന്നാവണമെങ്കിൽ ഖുർആനിലേക്ക് മടങ്ങിയേ പറ്റൂ, ഖുർആൻ പഠിച്ചേ പറ്റൂ, ഖുർആൻ മനസ്സിലാക്കിയേ പറ്റൂ. ഖുർആൻ തട്ടിക്കൂട്ടി ഓതലല്ല, അത് ഖുർആൻ മനസ്സിലാക്കലല്ല.
ഖുർആൻ ശരിക്കും അതിന്റെ ആഴവും അതിന്റെ വ്യാപ്തിയും അതിന്റെ അർത്ഥവും കൃത്യമായി പഠിക്കുന്ന ആൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല ഹുദ നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇൽമുള്ള ആളുകൾ മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടൂ. അവർക്ക് മാത്രമേ അള്ളാഹിനെ ഭയപ്പെടാൻ കഴിയൂ. ഇൽമില്ലാത്ത ഒരാൾക്ക് അള്ളാഹിനെ ഭയപ്പെടാൻ കഴിയില്ല കേട്ടോ. വിശുദ്ധ ഖുർആനെ പറ്റി അള്ളാഹ് പറഞ്ഞത്, ഖുർആൻ ഇറക്കിയത് ആർക്കാണ്? മുസ്ലിങ്ങൾക്കല്ല, ലിതുഖ്രിജന്നാസ്, ജനങ്ങളെ നയിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ, അല്ലാണ്ട് മുസ്ലിങ്ങളെ മാത്രമല്ല. ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅക്കും മൗഇൽതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ സാരോപദേശം ഇതാ വന്നിരിക്കുകയാണ്. ഖുർആനെ പറ്റി അള്ളാഹ് പറയാം മൗഇലത്താണ്, അള്ളാഹുവിന്റെ സാരോപദേശമാണ്. വശിഫാഉൻ ലിമാ ഫി സുദൂർ, ഹൃദയത്തിലുണ്ടാകുന്ന വിവിധങ്ങളായ രോഗങ്ങൾക്കുള്ള ശമനവും. ഹൃദയത്തിലുണ്ടാകുന്ന പലതരം രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായത് അസൂയ, കിബർ, അതുപോലെ വൈരാഗ്യം. ഇത്തരം മാനസിക രോഗങ്ങൾക്കൊക്കെ ശിഫയാണ്. അതോടൊപ്പം തന്നെ ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾ വിശുദ്ധ ഖുർആനുമായി നിരന്തരമായി ബന്ധമുള്ള ആളുകളിൽ നിന്ന് അകന്നുപോകും. അല്ലാഹ് കൊണ്ടുവരും, പക്ഷെ അത് അവരറിയാണ്ട് മല പോലെ വന്നാലും അത് എലി പോലെ മടങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ ഖുർആനെ പറ്റി അല്ലാഹ് അങ്ങനെ പറഞ്ഞത്, ഷിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ വിശ്വാസികളായ ആളുകൾക്ക് ഭയങ്കര കാരുണ്യം, നല്ല കാരുണ്യം. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിയേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലവർഷത്തിന്റെ കെടുതികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ തീർച്ചയായും ഖുർആനെ മുറുകെ പിടിക്കുക. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞു, ഇജ്അലിൽ കിതാബ വസുന്നത അമാമക ഫൻളുർ ഫീഹിമാ ബിതദബ്ബുരിൻ വഇതിബാർ വലാ തഗ്തറ ബിൽ ഖാലി വൽ ഖീലി വൽ ഹലർ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മരണം വരെ നിന്റെ കയ്യിലുണ്ടാവണം. അത് നീ പഠിക്കണം. ഫൻളുർ ഫീഹിമാ ബിതദബ്ബുർ, വളരെ ബുദ്ധി കൊടുത്ത് ചിന്ത കൊടുത്ത് നീ അത് പഠിക്കണം. വെറുതെ ഓതി തട്ടിക്കൂട്ടി ഓതിയാ പോരാ. തട്ടിക്കൂട്ടി ഓതുന്നവരെ പറ്റി ഖുർആൻ വേറെ പറഞ്ഞു. ഖുർആൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൂളി മൂളി ഓതുക, എങ്ങനെങ്കിലും അക്ഷരങ്ങൾ തമ്മിൽ ഒപ്പിച്ചോതുക, അതല്ല. നേരെ മറിച്ച് അത് തദബ്ബുറുമാണ്. നല്ല ചിന്ത കൊടുത്തു തഫഹും ഉണ്ടാവണം, ആഴം മനസ്സിലാക്കണം ഖുർആന്റെ. എങ്കിൽ മാത്രമേ ഖുർആന്റെ വെളിച്ചവും ഉദയും കാരുണ്യവും റബ്ബിൽ നിന്ന് ലഭിക്കുകയുള്ളൂ കേട്ടോ. അള്ളാഹു തന്നെ വിശദീകരിക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ 257 ആയത്തിൽ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുഖവുരയിൽ ഓതി കേൾപ്പിച്ചത്. അൽ ബഖറ 257. അതിലല്ലാഹ് പറയാം, അള്ളാഹു വലിയുല്ലദീനാമനു, അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ്. അവർ രക്ഷിക്കാനുള്ള അധികാരം അള്ളാഹ്ക്കാണുള്ളത്. വിശ്വാസികളെ രക്ഷിക്കാനുള്ള അധികാരം അള്ളാഹു വലിയുല്ലദീനാമനു. എങ്ങനെയാണ് അള്ളാഹു രക്ഷിക്കുന്നത്? യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. അവർ വളരെ അപകടകരമായ ജീവിതത്തിൽ കഴിയുമ്പോൾ, വളരെ അന്ധവിശ്വാസങ്ങളിലും ദുർവൃത്തികളിലും തെമ്മാടിത്തങ്ങളിലും കഴിയുമ്പോൾ അള്ളാഹു അവരെ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കും. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളെ ശമിപ്പിക്കും. വല്ലദീന കഫറു ഔലിയാഹുമു താവൂത്ത്. എന്നാൽ വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് രക്ഷാധികാരികൾ താവൂത്താണ്. എല്ലാ ദുർമൂർത്തികളും വിശ്വാസികൾക്ക് മാത്രമാണ് അല്ലാഹ്, അത് അവരുടെ രക്ഷാധികാരിയാണ്. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്. ആ ദുർമൂർത്തികൾ അവരെ സ്വീകരിച്ച ആളുകളെ വെളിച്ചത്തിൽ ജീവിക്കുമ്പോൾ, ഹിദായത്തിൽ ജീവിക്കുമ്പോൾ, സന്മാർഗത്തിന്റെ കൊത്തളങ്ങളിൽ ജീവിക്കുമ്പോൾ അധർമ്മത്തിന്റെയും അവിശ്വാസത്തിന്റെയും തെമ്മാടിത്തങ്ങളുടെയും തിന്മകളിലേക്ക് അവർ നയിച്ചു കൊണ്ടുപോകും. ആര്? ദുർമൂർത്തികൾ. അള്ളാഹു വിശ്വാസികളുടെ രക്ഷാധികാരിയാണ്. അവൻ കൊണ്ടുപോകുന്നത് യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കായി. കാഫറുകളെ അള്ളാഹു കൊണ്ടുപോകുന്നതോ അത് അവരുടെ ഔലിയാഹുമുത്താവൂത്ത്. അവർക്ക് ഒരുപാട് ഒലിയല്ല, അവർക്ക് ഔലിയാക്കന്മാരുണ്ട്. ഒരുപാട് ദുർമൂർത്തികളാണ് അവരുടെ ഔലിയാക്കൾ, രക്ഷാധികാരികൾ. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്.
മനുഷ്യൻ നന്മയിൽ ജീവിക്കുമ്പോൾ തിന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകും. ഉലായിക അസ്ഹാബുന്നാർ, അങ്ങനെ അവർ നരകത്തിന്റെ ആളുകളായി മാറുകയും ഹും ഫിഹ ഖാലിദൂൻ, അവർ ശാശ്വതമായ നരകത്തിൽ കഴിയേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഖുർആനിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ കാഫറുകളാണ്. ഖുർആനുമായി അടുത്ത് ജീവിക്കുന്നവരുടെ രക്ഷാധികാരി അള്ളാഹുവാണ് കേട്ടോ. ആ രക്ഷാധികാരി അള്ളാഹു ആകണമെങ്കിൽ നമ്മുടെ ഖുർആൻ കയ്യിൽ പിടിച്ചാൽ പോരാ കേട്ടോ. ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ചെയ്താലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലുസ് സമാവാതി വൽ അർദ് ഹത്തൻ നംലത്തു ഫീ ഹുജ്രിഹാ വ ഹത്തൽ ഹൂത്ത് ഫിൽ ബഹർ യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി അൽ ഖൈറാത്ത്. റസൂൽ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹുവും അവന്റെ മലായികത്തും വ അഹ്ലുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ സൃഷ്ടിജാലങ്ങളും, ആകാശഭൂമികളിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അള്ളാഹുവും മലക്കുകളും, അതോടൊപ്പം ഹത്തൻ നംലത്തു ഫീ ഹുജ്രിഹ, മാളങ്ങളിൽ കഴിയുന്ന ഉറുമ്പ് പോലും, വഹത്തൽ ഹൂത്തി ഫിൽ ബഹർ, സമുദ്രത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ പോലും ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി ഖൈറാസ്, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നന്മകൾക്കായി ഉറുമ്പുകൾ പോലും പ്രാർത്ഥിക്കും. ലയുസല്ലൂൻ, അവർ പ്രാർത്ഥിക്കും. ആര്? സമുദ്രത്തിലെ മത്സ്യങ്ങളും മാളങ്ങളിലെ ഉറുമ്പുകളും അള്ളാഹുവും മലക്കുകളുമൊക്കെ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴാണ് ഈ അപകടം നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വലിയ വലിയ കൂരിട്ട് പോലെയുള്ള അപകടങ്ങൾ മനുഷ്യനെ തേടി വരും, പക്ഷെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഖുർആനിലേക്ക് മടങ്ങുക എന്നാണ്. അത് മടങ്ങാത്ത ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ഉറുമ്പുകളുടെയും സൃഷ്ടിജാലങ്ങളായ ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ലഭിക്കും കേട്ടോ. ആ പ്രാർത്ഥന ലഭ്യമാകാൻ സാധിക്കും വിധമുള്ള ഖുർആനുമായുള്ള ബന്ധം നിരന്തരമായി പുലർത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുകയും അവരുടെ പ്രാർത്ഥന നമുക്കെല്ലാം ലഭ്യമാവുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനുമായി നിരന്തര ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് വേണ്ടി ഇന്നൽ മലായികത ലതലൗ അജ്നിഹതഹ ലിതാലിബിൽ ഇൽം, വിജ്ഞാനം നിരന്തരമായി, ഖുർആന്റെ വിജ്ഞാനം നിരന്തരമായി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ലതലൗ അജ്നിഹതഹ, അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കും. മലക്കുകളുടെ ചിറക് നമ്മളുടെ നേരെ വിരിക്കും. ആർക്ക്? ലിതാലിബിൽ ഇൽം, വിജ്ഞാനം ജീവിതത്തിൽ പകർത്തുന്നവർ, അവർക്ക് വേണ്ടി മലക്കുകളുടെ ചിറക് വിരിച്ചു. എന്താ കാരണം? റിളൻ ബിമാസന, അവർ പ്രവർത്തിച്ചത് മലക്കുകൾ തൃപ്തിപ്പെട്ടതുകൊണ്ട്. മലക്കുകൾക്ക് തൃപ്തിയാണ് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ടാവും? അള്ളാഹുവിന്റെ മലക്കുകളുടെ ഹഫലത്തിന്റെ മലക്കുകൾ ഉണ്ടാവും. അതാണ് ഞാൻ പറയാൻ കാരണം, വലിയ വലിയ അപകടങ്ങൾ നമ്മളെ തേടി വരും, പക്ഷെ അത് മല പോലെ വന്നാലും എലി പോലെ ഇല്ലാതെയാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു കാരണം അള്ളാഹുവിന്റെ ഖുർആനുമായുള്ള നിരന്തര ബന്ധമാണ്. ഖുർആനിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾക്ക് അള്ളാഹു നിരന്തരമായ ശിക്ഷയും നൽകും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഒരാൾ ഒരു യാത്ര ചെയ്തു. എന്തിനു വേണ്ടി? യൽതമിസു ഫീഹി ഇൽമൻ, വിശുദ്ധ ഖുർആന്റെ അറിവ് തേടി ഒരു യാത്ര. അങ്ങനെ ചെയ്താൽ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അയാൾ മരിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവർക്ക് എളുപ്പമാക്കും. അപ്പം വിശുദ്ധ ഖുർആൻ ലോക ജനതയ്ക്കുള്ള വഴികാട്ടിയാണ്. ലോക ജനതയെ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക്, ലോക ജനതയെ, മുസ്ലിങ്ങളെ മാത്രമല്ല കേട്ടോ, ഈ സംരക്ഷണമൊന്നും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകൾക്കും ഖുർആനുമായി ബന്ധമുള്ള ആളുകൾക്കുണ്ടാവും കേട്ടോ. ഖുർആൻ തന്നെ പറയുന്നത്, ഖുർആൻ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി, ഈ ഖുർആൻ വഴി കാണിക്കും, ലില്ലത്തിഹി അഖ്വം, ഏറ്റവും നേരായ, ഇനി ഇതിലും നേരായ ഒരു വഴി കാണിച്ചു തരാൻ, സന്മാർഗത്തിന്റെ വഴി കാണിച്ചു തരാൻ ഇനിയൊരു ഗ്രന്ഥമോ ഒരു വ്യക്തിയോ ഒരു പണ്ഡിതനോ ലോകത്താരുമില്ല. ഈ ഖുർആൻ വഴി കാണിക്കും. യഹ്ദി ലില്ലത്തിഹി അഖ്വം, ഏറ്റവും ചൊവ്വായ, ഏറ്റവും നീതിപൂർവകമായ മാർഗത്തിലേക്ക് അള്ളാഹു വഴി കാണിക്കും. പിന്നെ ഈ ഖുർആൻ എന്നുകൂടി ചെയ്യും, വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സാലിഹാത്ത്,
ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി സൽക്കർമ്മനിരതമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്തയും ഖുർആൻ അറിയിക്കുന്നു. പിന്നെ അന്നലഹും അജ്റൻ കബീറ, അവർക്ക് ഏറ്റവും വലിയ പ്രതിഫലമുണ്ട്. ഖുർആനുമായി ഈമാനോടുകൂടി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രതിഫലം. നമുക്ക് നോക്കാം എത്രയെന്ന്. റസൂലുള്ള പറയാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരാൾ ഒരു ഹർഫ് പഠിച്ചാൽ, ഒരു ഹർഫ് എന്താ? അലിഫ്. അലിഫ് എന്ന് വായിക്കുകയോ അലിഫ് എന്ന് പഠിക്കുകയോ ചെയ്താൽ ഫലഹു ബിഹി ഹസന, അവൻ അത് കാരണത്താൽ അള്ളാഹു ഒരു നന്മ രേഖപ്പെടുത്തും. ഖുർആന്റെ ഒരു അക്ഷരമോ വായിച്ചാൽ മതി, ഒരു നന്മ അവന്റെ പേരിലേക്കും. അപ്പൊ ഖുർആനിൽ എത്ര അക്ഷരം ഉണ്ടല്ലേ? വായിക്കുന്ന നമുക്ക് എത്ര പ്രതിഫലം? അപ്പൊ അതിനെ കളയാൻ പറ്റുമോ? അത് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് റസൂലുള്ള പറയാണ്, വൽ ഹസനത്തു ബി അശ്റത്തി അംസാലിഹ, ഓരോ നന്മക്കും ഓരോ അക്ഷരങ്ങൾക്കും ഒരു നന്മ എഴുതും. പക്ഷെ ആ നന്മ 10 രൂപാന്തരപ്പെടും, ഒരൊറ്റ നന്മ. പിന്നെ എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ലാ അഖൂലു, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്ന് ഖുർആന്റെ മുഖവുരയിൽ കാണുന്ന ആ അക്ഷരങ്ങൾ, ആ ഹുറൂഫുൽ മുഖത്ത, മുറിച്ചു മുറിച്ച് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആ അക്ഷരങ്ങൾ ഓതിയാൽ ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഹർഫുൻ, അതൊരു ഹർഫാണെന്ന്. അതൊരു ഹർഫല്ല. പിന്നെ എങ്ങനെ? അലിഫുൻ ഹർഫ്, ഓ ലാമുൻ ഹർഫ്, ഓ മീമുൻ ഹർഫ്. അപ്പൊ എത്ര കിട്ടി? ഓരോ ഹർഫും ഓതിയാൽ 10 ഇരട്ടി. ആദ്യം നന്മ 1 എഴുതും, എന്നിട്ട് അതിന് 10 ഇരട്ടിയാക്കും. അപ്പൊ അലിഫ് ലാം മീം ഓതിയാൽ എത്ര ഇരട്ടിയായി അല്ലേ? ഇത്തരം നന്മകളെല്ലാം ഖുർആനിൽ നിന്ന് വാരിക്കൂട്ടി ജീവിതകാലം മുഴുവൻ നല്ല പോലെ അധ്വാനിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. പിശാച് എപ്പോഴും നമ്മളതിൽ നിന്ന് അകറ്റുട്ടോ, ഒരിക്കലും അടുക്കാൻ വയ്ക്കൂല. ഖുർആനിലേക്ക് അടുക്കാൻ പിശാച് സമ്മതിക്കൂല. പല കാരണങ്ങൾ പറയും. ഒരു കാരണം നമുക്ക് വയസ്സായില്ല, അതാ ഒരു കാരണം, നമുക്ക് ഇനി പഠിക്കാൻ കഴിയില്ല. അപ്പങ്ങൾ ഉടനെ ഓർക്കണം, നബിയും സഹാബത്തും ഒക്കെ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത് യൗവന കാലത്തല്ല. നബിക്ക് 40-ാമത്തെ വയസ്സിൽ എന്തുണ്ടായത്? വഹി എന്നായിരുന്നു അല്ലേ? അതമ്മ ഖബ്ലൽ വഹി 40 വ ഉംറുഹു ജാവസ 60. 40 വയസ്സ് പൂർത്തിയായപ്പോൾ നുബുവത്ത് ആരംഭിച്ചു, 60 വയസ്സ് കഴിഞ്ഞപ്പോൾ അവത്ത് അവസാനിക്കുകയും ചെയ്തു അല്ലെ? അപ്പൊ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയും ജിബ്രീൽ അലൈഹി സ്വലാം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. സഹാബത്തും അങ്ങനെ തന്നെ. വളരെ ചെറിയ ആളുകൾ, കുറഞ്ഞ യുവാക്കളായ ആളുകൾ ഇസ്ലാമിന്റെ ഖുർആൻ പഠിച്ച കാലഘട്ടം വളരെ കുറവാണ്. എല്ലാവരും വയസ്സന്മാരായിരുന്നു ഖുർആൻ പഠിച്ചവരെല്ലാം. അപ്പൊ അതൊരു തടസ്സമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദക്കിർ. ഖുർആൻ പഠിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ഖുർആൻ വളരെ എളുപ്പാക്കി. ഫഹൽ മിൻ മുദക്കിർ, ആരുണ്ട് ഉറ്റാലോചിച്ച് പഠിക്കാൻ? അള്ളാഹ് ചോദിക്കുക. തയ്യാറുള്ളവരുണ്ടോ? പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നല്ല. പക്ഷെ നമ്മൾ തയ്യാറില്ല. കാരണം എന്താ? നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അവസാനം മരിക്കുന്നതിന് തൊട്ടു മുമ്പായി ഏതെങ്കിലും ഉസ്താദന്മാരോട് ദ്വാരക്കാൻ പറയും, അല്ലെങ്കിൽ ഉമ്മാനോട് ദ്വാരക്കാൻ പറയും, ബാപ്പാനോട് ദ്വാരക്കാൻ പറയും, കൂട്ടുകാരോട് ദ്വാരക്കാൻ പറയും, എല്ലാവരെ കണ്ടാലും ദ്വാരക്കാൻ പറയും. പക്ഷെ നമ്മൾ അമൽ ചെയ്യൂല. അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ജീവിച്ച ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ പ്രത്യേകതയോട്ട് അതിനെ പഠിക്കേണ്ടതാണ്. ഖുർആൻ തന്നെ പറയണ്ടല്ലോ, ഈ ഖുർആൻ എങ്ങാനും നമ്മളല്ല ഒരു പർവ്വതത്തിനാണ് അള്ളാഹു ഇറക്കുന്നെങ്കിൽ മനുഷ്യന്റെ കൽബ് എത്രക്ക് അള്ളാഹ് പറഞ്ഞാലും അലിയൂല, ഖുർആനിലേക്ക് വരൂല. അതിനൊരു വലിയ തൗഫീഖ് റബ്ബിൽ നിന്ന് കിട്ടുന്നവൾ. എല്ലാരും കഴിയില്ല. നിങ്ങളൊക്കെ ആഗ്രഹിക്കും പഠിക്കണം, പക്ഷെ നടക്കൂല. എന്താ കാരണം? നിങ്ങളെ കൽബ് അല്ലാഹ് പറയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാൽ നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. സൂറത്ത് ഹശ്റിലെ 21-ാമത്തെ ആയത്ത് പരിശോധിച്ചോക്ക. അല്ലാഹ് എന്താ പറയുന്നത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നാം ഒരു അലാ ജബലിൻ, ഒരു പർവ്വതത്തിനാണ് നാം ഇറക്കുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിയ, ആ പർവ്വതത്തിന് നിനക്ക് ആ അള്ളാന്റെ കൽപ്പനകൾ കേട്ട് വിനയം കാണിക്കുന്നത് കാണാൻ കഴിയും. അതിശക്തമായ ഭീമാകാരമായ പർവ്വതങ്ങൾ പോലും അള്ളാന്റെ കൽപ്പനകൾക്ക് വിനയത്തോടുകൂടി കീഴുന്നു. മുത്തസദ്ദിയൻ മിൻ ഖശിയത്തില്ല,
അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം പോലും പൊട്ടിപ്പിളർന്നു പോകും ഖുർആന്റെ ആയത്ത് കേട്ടാൽ. അങ്ങനെ അത്ര ആഴമുള്ള ഗ്രന്ഥമാണ്. ഒരു വിഷയം പോലും അള്ളാഹു വിട്ടുകളഞ്ഞില്ലല്ലോ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വൽ ഖൈല വൽ ഹിമാറ, കഴുതയും ഖൈല വൽ ബിഗാല വൽ ഹിമാറ, കഴുതയും കുതിരയും കോവർ കഴുതയും ലിതർക്കബൂഹ, നിങ്ങൾക്ക് വാഹനമാണ്. 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹ് പറഞ്ഞതാ. കഴുതയും കുതിരയും കോവർ കഴുതയും മുസ്ലിങ്ങൾക്കുള്ള വാഹനമാണ് എന്ന് ആ ആയത്ത് അവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്ന അറിയാം, ഇന്ന് നിങ്ങൾക്കറിയാത്ത വിവിധങ്ങളായ വാഹനങ്ങൾ അള്ളാഹു ഇനിയും സൃഷ്ടിക്കും. ഈ ആയത്തവിടെ ഇല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തായാലും. ഇങ്ങനെ ഒരു ആയത്തവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ബുള്ളറ്റ് ബുക്ക് ചെയ്യാൻ ചെന്നാൽ നിങ്ങളോട് എന്ത് പറയും? നിങ്ങൾ കഴുതനെ കുതിരനെ അല്ലേ കോവർ കഴുതനെയൊക്കെ ബുക്ക് ചെയ്തോളി. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞില്ല. ശരീഅത്ത് നിയമപ്രകാരം നിങ്ങൾക്ക് കഴുതിയും കുതിരയാ. പക്ഷെ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് യഹ്ലുക്കു മാലാ തഅലമൂൻ, ആ യഹ്ലുക്കു അവൻ സൃഷ്ടിക്കും മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരുപാട് വാഹനങ്ങൾ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ലോകത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ, ആകാശത്തേക്ക് നോക്കിയാൽ അല്ലേ, റെയിൽവേ ഭാഗത്തേക്ക് നോക്കിയാൽ എത്ര വാഹനങ്ങളാ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഇമാം സുയൂത്തി ആ ആയത്തിന് വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, മിനൽ അഷിയാഇൽ അജീബത്തിൽ ഗരീബത്തിൽ ലാ നഅരിഫുഹാ അല്ലാൻ, ഇപ്പോൾ നമുക്കറിയാൻ കഴിയാത്ത അത്ഭുതപൂർവവും അഭൂതപൂർവവുമായ വാഹനങ്ങൾ ഇനിയും സൃഷ്ടിക്കുന്നു. ഇന്നെങ്ങാനും ആ ഇമാം സുയൂത്തി ഹയാത്തിൽ ഉണ്ടായതെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥം പഠിക്കാൻ വേറെ പോണ്ട, റോഡിലേക്കൊന്ന് നോക്കിയാൽ മതി അല്ലെ, എന്തെല്ലാം ജാതി വാഹനങ്ങൾ. മിനൽ അഷിയാഇൽ അജീബത്തിൽ ഗരീബ അല്ലത്തി ലാ നഅരിഫുഹാ അല്ലാൻ, ഇപ്പോൾ നമുക്കറിയാൻ കഴിയാത്ത അത്ഭുതപൂർവവും അഭൂതപൂർവവുമായ വാഹനം ഇനിയും സൃഷ്ടിക്കും എന്നാണ് ആയത്തിന്റെ അർത്ഥം. കേട്ടോ, ആലോചിച്ചോളൂ. എവിടെയും നമുക്ക് നമ്മളുടെ ഇസ്സത്തിന്, നമ്മളെ മാനത്തിന് ആർക്കും വില പറയാൻ പറ്റാത്ത വിധമാണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശം. ആ ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിനാണ് ഇറങ്ങുന്നതെങ്കിൽ പർവ്വതം പോലും വിനയപ്പെട്ടുപോയി. അതിനേക്കാൾ, കല്ലിനേക്കാൾ, പർവ്വതത്തെക്കാൾ മനസ്സ് കടുത്തുപോയ മനുഷ്യന്മാർ, അവർക്ക് ഖുർആനിലേക്ക് വരാൻ കഴിയില്ല. ഖുർആനിലേക്ക് വരാൻ കഴിയണമെങ്കിൽ അല്പം മനസ്സ് മനോഹരമാവുകയും ലോലമാവുകയും എന്നാലേ കഴിയും. അല്ലാത്ത ആളുകൾ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോവും. കേട്ടോ, എന്താ കാരണം? ഖുർആൻ അത്രയും വിശാലവും അത്രയും ആഴമുള്ളതാണ്. ആ ഖുർആനെങ്ങാനും നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ, എഴുതാൻ ശ്രമിച്ചാൽ, അതിന് വ്യാഖ്യാനം എഴുതിയാൽ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ലുഖ്മാനില്, വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാം വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅത്തു അബൂരി മാ നഫിദത് കലിമാത്തുല്ലാഹ്. വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ, ഭൂമിയിൽ നിങ്ങൾ കാണുന്ന മരങ്ങളെല്ലാം പേനകളായി ഉണ്ടാക്കി, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅത്തു അബൂരി, നിലവിലുള്ള സമുദ്രവും അതിന്റെ കൂടെ 7 സമുദ്രവും കൂടി നിങ്ങൾ മിതാദായി മഷിയായി നിങ്ങൾ ഉണ്ടാക്കിയാലും മാ നഫിദത്ത് കലിമാത്തുള്ള, അള്ളാന്റെ കലിമത്തുകൾ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ കഴിയില്ല. അത്ര വിപുലമാണ്, അത്ര ആഴമുള്ളതാണ്. നിലവിലുള്ള സമുദ്രം മഷിയായും കൂടെ 7 സമുദ്രവും, ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനകളായും, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്തു? ഖുർആന് വ്യാഖ്യാനം എഴുതാൻ, ഖുർആനെ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ പോലും അത് തീരൂല. അത്ര ബഹറാണ് ഖുർആൻ, ഒരു ബഹറാണ്. ആ ബഹറിൽ നിന്ന് ഒരു തുള്ളി പോലും കഴിക്കാൻ കഴിയാതെ, ഉപയോഗിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന നിർഭാഗ്യവാന്മാരാണ് ഭൂമിയിൽ ധാരാളമുള്ളത്. നമ്മൾ അത്ര നിർഭാഗ്യവാന്മാരാവരുത്. ഇന്ന് നമുക്ക് ഒരുപാട് ഈ കാലഘട്ടത്തിൽ ഖുർആൻ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നിരവധി വഴികളുണ്ട്. ഇന്നത്തെ കാലം പ്രത്യേകിച്ചില്ലേ, എന്തെല്ലാം വഴികളാണ്, പല വഴികളുണ്ട്. ഗുരുമുഖത്തുനിന്ന് പഠിക്കാൻ ഒരു വഴി, ഗുരുമുഖമൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റാവുന്ന മറ്റൊരു വഴി. അങ്ങനെ ശരിക്ക് പഠിക്കണമെങ്കിൽ ഗുരുമുഖത്തിനെ പഠിക്കാൻ കഴിയും. എന്താ കാരണം? അതും ഇസ്ലാമിന്റെ നിയമമാണ്. ഗുരുമുഖം വേണം, അല്ലാണ്ട് പഠിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരു ആരാ? ജിബ്രീൽ അലൈഹി ഇസ്ലാം അല്ലേ?
എന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്താ ആദ്യം പറഞ്ഞത്? ഒന്നാമത്തെ വഹി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിക്ക് നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ. ആദ്യമായി ഇസ്ലാമിന്റെ വഹി അതാണ് അല്ലേ? വായിക്കണം, പഠിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച രക്ഷിതാവ്. നന്നല്ല, നിന്നെയും ഈ ലോകത്തുള്ള പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സർവമാന വസ്തുക്കളെയും സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കണം. സാധാരണ മറ്റു വായനകളൊക്കെ എന്താ? അള്ളാന്റെ നാമത്തിലല്ല. നിങ്ങൾ നോക്കേണ്ടി, ഖുർആൻ പഠിക്കുന്ന ആളുകൾ അള്ളാന്റെ നാമത്തിൽ വായിക്കുന്നതുകൊണ്ടാണ് ഒരല്പം വിനയം. അതല്ലാത്ത രൂപത്തിൽ വായിച്ച് എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം നേടി സർട്ടിഫിക്കറ്റുകൾ നേടിയാൽ വിനയമില്ലുണ്ടായാലും അഹങ്കാര അല്ലെ? ആ അഹങ്കാരം വന്നാലോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ മക്കളെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് ഒരുപാട് പണം ചെലവഴിച്ച് അവരെ പഠിപ്പിച്ചു. ഒരല്പം അവർ ഉയരങ്ങളിലേക്ക് എത്തിയാൽ പഠിപ്പിച്ചു വളർത്തിയ നിങ്ങളെ നിസ്സാരവൽക്കരിക്കും. ഓലെ കൽബിൽ നിങ്ങൾക്ക് ഒരു വലുപ്പമില്ല. ഓല് പിന്നെ ഇങ്ങനെ നവർമൈൻഡ് ആക്കിയാ പറയാ, സംസാരിക്കാൻ മുഖത്ത് നോക്കി സംസാരിക്കില്ല. എന്തായി ചോദിച്ചാൽ മറുപടി കൊണ വർത്താനാ പറയാ അല്ലേ? കാരണം ഓല കയ്യിലാണ് പൈസ ഉള്ളത്, ഓല കയ്യിലാണ് വിദ്യാഭ്യാസം ഉള്ളത്. ഒരറിവില്ലാത്ത ജാഹിലാണ് നിങ്ങള്. ഓന്റെ മനസ്സിലതാ വരിക. പക്ഷെ ഖുർആൻ പഠിക്കുന്ന ആളോ, അയാൾ പഠിക്കുന്നത് വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ചിറകുകൾ മാതാപിതാക്കൾക്ക് വീഴ്ച കൊടുത്തില്ലെങ്കിൽ നിനക്ക് സ്വർഗ്ഗമില്ല എന്ന് പഠിക്കുക. മറ്റത് പഠിക്കുന്നുണ്ടാ? മറ്റേ പഠിക്കുന്നത് ഹിന്ദി, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, സുവോളജി, ബോട്ടണി ഇതൊക്കെ പഠിച്ചു വരുമ്പോ കുറച്ച് അറിവ് കൂടി വരുമ്പോ അവന്റെ തലയിൽ കനം കൂടുകയാണ് അഹങ്കാരത്തിന്റെ അല്ലേ? നിങ്ങൾ നോക്കേണ്ടി, അത് നിങ്ങൾ പഠിച്ചാലും ഞാൻ പഠിച്ചാലും ആ വിജ്ഞാനത്തിന്റെ പ്രത്യേകത. ആ ഖുർആൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞോട്ട് അല്ല എന്താ പറഞ്ഞറിയോ? ഇന്ന ഇലാ റബ്ബിക റുജാ എന്നും പഠനമില്ല, അനക്കൊരു മരണമുണ്ട്. ഇന്ന ഇലാ റബ്ബിക റുജാ, മടക്കം റബ്ബിലേക്കാന്ന് മടക്കണ്ട. പഠിക്കുന്നോട് പറയാ, നിന്റെ മടക്കം റബ്ബിലേക്കാന്ന് മടക്കണ്ട. അപ്പോ റബ്ബിലേക്ക് മടങ്ങേണ്ടതാണെന്നുള്ള ബോധത്തോടുള്ള പഠനമാണ് ഖുർആൻ കേട്ടോ. അങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പാർത്തുകയൊക്കെ ചെയ്തുകൊണ്ട് ഭൂമിയിലുള്ള നമ്മെ തേടി വരുന്ന നിരവധി പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, യാദൃശ്ചികമായി ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കും. വിശുദ്ധ ഖുർആനെ മാറോട് ചേർത്ത് പിടിക്കുക. റഹ്മാനായ റബ്ബ് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിലേക്ക് കടന്നുപോയ ഒരുപാട് ആളുകൾ ഈ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് ആളുകൾ, നിങ്ങൾക്കറിയാം, അപകട മരണങ്ങൾ, കെട്ടിടം തകർന്ന് വീണിട്ടും വെള്ളത്തിൽ വീണിട്ടും കുളിക്കാൻ പോയപ്പോൾ മുങ്ങി മരിച്ചിട്ടും അങ്ങനെ അല്ലാതെ വളരെ പ്രയാസത്തോടു കൂടി ഒരുപാട് ആളുകൾ എങ്ങനെ മരിച്ചു എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധമുള്ള മരണത്തിന് കീഴടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് കുറച്ച് നിസ്കരിക്കുക, കുറച്ച് സക്കാത്ത് കൊടുക്കുക, ഇതൊക്കെ ചെയ്താൽ തന്നെ ഫർള് നിർവഹിക്കപ്പെട്ടു. അങ്ങനെയാണ് ഒരുവിധ ആൾക്കാരുടെ ധാരണ. ഇത് കുറച്ച് നിസ്കരിക്കുക, കുറച്ച് സക്കാത്ത് കൊടുക്കുക, ഇതൊക്കെ ചെയ്താൽ അള്ളാഹുവിൽ രക്ഷപ്പെടാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇസ്ലാമിന്റെ പ്രമാണമായ ഭരണഘടനയായ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമില്ലാതെ നിസ്കരിച്ചിട്ടും സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഇത് ഞാനല്ല പറയുന്നത്, അള്ളാഹു സൂറത്ത് ഫാത്തിറിൽ പറയുന്നു. 29-ാമത്തെ ആയത്ത് വീട്ടിൽ പോയിട്ട് പരിശോധിക്കാം. എങ്ങനെയാ പറഞ്ഞത്? തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുക. അപ്പൊ അത് ഫർളായി ഉണ്ടാവുക. ഖുർആൻ പറയാ അത് ഫർളായി. തലബുൽ ഇൽമി ഫരീദ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഖുർആൻ പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഫാത്തിറിൽ ഇങ്ങനെ പറഞ്ഞത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും വഅഖാമുസ്സലാത്ത, എന്നിട്ട് നിസ്കാരം നിലനിർത്തണം. നിസ്കാരം നിലനിർത്തേണ്ട ഖുർആൻ പഠിച്ചിട്ടാണ്. വഅൻഫഖു മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും സിറം വഅലാനിയത്തൻ, രഹസ്യമായും പരസ്യമായും സന്ദർഭത്തിനനുസരിച്ച് ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കച്ചവടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പോലെ കച്ചവടം നഷ്ടപ്പെടില്ല, നഷ്ടാവില്ല. അതിനെന്ത് വേണം? തുടങ്ങേണ്ടത് എവിടുന്ന? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്,
അപ്പോ ആ നിലക്ക് ഖുർആൻ പഠിക്കുക, സദഖ കൊടുക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നമസ്കാരം നിലനിർത്തുക, ഇതെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എന്താണെന്നാ പറഞ്ഞത്? യർജുന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കച്ചവടത്തിലാണ് ഉള്ളത്. ശ്രദ്ധിക്കുക. അതോടൊപ്പം അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ ഭരണഘടന വിശുദ്ധ ഖുർആൻ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ ഒരു സമൂഹമായിരുന്നു നബിയുടെ ഉമ്മത്ത്. അല്ലെ? ഒരു ചെറിയ കാര്യം പോലും അവർക്ക് പേടിയായി. ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ലാ തർഫഉ അസ്വാത്തക്കും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല. എങ്ങനെ? നബിന്റെ ശബ്ദത്തെക്കാൾ ഉയരത്തിലുള്ള ശബ്ദം നിങ്ങൾ നടത്താൻ പാടില്ല. ഒരു സഹാബി പൊതുവെ സംസാരിക്കുമ്പോൾ അതിശക്തമായ ഉച്ചത്തിലാണ് സംസാരിക്കുക. അപ്പൊ അദ്ദേഹം ഈ ആയത്തറിയതിനു ശേഷം പിന്നെ പള്ളിയിലേക്ക് വരാതെ റസൂൽ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോ അദ്ദേഹം വല്ല രോഗിയായി കിടക്കുകയാണോ നോക്കാൻ വേണ്ടി. അപ്പൊ ചെന്നപ്പോ രോഗിയൊന്നല്ല. പിന്നെ അദ്ദേഹം എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശബ്ദം എന്റെ നൈസർഗികമായി തന്നെ, എന്റെ തബിയത്തിൽ, എന്റെ സൃഷ്ടിരൂപത്തിൽ തന്നെ ശബ്ദം കുറച്ചധികം. അപ്പൊ റസൂല്ലാന്റെ ശബ്ദത്തെക്കാൾ ഉയരം എന്റേതായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് വരാണ്ടെന്ന പള്ളിയിലേക്ക് എനിക്ക് വരാൻ കഴിയുന്നില്ല. റസൂല്ല പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ അതുകൊണ്ട് നരകത്തിൽ എത്തിപ്പെടുമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് വരാത്തത്. റസൂല്ല പറഞ്ഞു, ഹുവഫിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിലാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്വാഭാവികമായി ഉണ്ടായ ശബ്ദം. അദ്ദേഹം റസൂല്ലാന്റെ മുമ്പിൽ നിന്ന് ഒച്ചത്തിൽ സംസാരിക്കുകയല്ല, അത്രത്തോളം പകർത്തിയ ആളുകളാണ്. എന്നാൽ റസൂല്ല പറയാ, അത്രത്തോളം ഓരോ സെക്കൻഡുകളും വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നിങ്ങൾ അന്യരുടെ വീട്ടിൽ കയറാൻ പാടില്ല. അന്യരുടെ വീടുകളിലെ കയറാൻ പാടില്ല. എങ്ങനെ? ഹത്താ യൂദനിലേക്കും, നിങ്ങൾക്ക് അനുമതി ലഭിക്കപ്പെടുന്നത് വരെ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കയറാൻ പാടില്ല. സലാം ചൊല്ലി അവരുടെ അനുമതി കിട്ടിയതിനു ശേഷം അല്ലാണ്ട് കയറാൻ പാടില്ല. ചില ആൾക്കാരുണ്ടല്ലോ, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അകത്തേക്കാണ്ട് പോകും, പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അല്ലെ? സൂറത്തുൽ നൂറിൽ ഈ ഒരൊറ്റ ആയത്ത് ജീവിതത്തിൽ പകർത്താൻ കഴിയാത്തതിന്റെ പേരിൽ സഹാബത്ത് വളരെ പ്രയാസപ്പെട്ടു. ഈ ഒരൊറ്റ ആയത്ത് ഖുർആനിൽ പറഞ്ഞ ഒരായത്ത് പകർത്താൻ കഴിയാത്തതിന്റെ പേരിൽ സങ്കടപ്പെട്ടു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലരും വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചു, ഏതായത്താ പകർത്താത്തത്? അപ്പൊ ഈ ആയത്ത് പറഞ്ഞു. ഈ ആയത്താ ജീവിതത്തിൽ പകർത്താൻ കഴിയാത്തത്. ഏതായത്ത്? അതിനെന്താ കാരണം വെച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, ഞാൻ പല വീടുകളിലും പോയിട്ടുണ്ട്. ആ വീടുകളിൽ പോയപ്പോൾ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സലാം ചൊല്ലിയിട്ടുണ്ട്, അനുമതി ചോദിച്ചിട്ടുണ്ട്. ആളുകളില്ലാത്തൊരു വീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സലാം പറഞ്ഞിട്ട് കയറാൻ കഴിയില്ല. അങ്ങനെ ഒരൊറ്റ ആയത്തെ ജീവിതത്തിൽ പകർത്താത്തത് നമ്മളോ. എന്നിട്ട് ആ റസൂല പറയാ, ആ കാലഘട്ടത്തിൽ എഴുത്തി അലന്നാസി സമാൻ, മനുഷ്യന്മാർക്കൊരു കാലം വരും, അന്ന് ലാ യബ്കാമിനൽ ഇസ്ലാം ഇല്ലസ്മു, മനുഷ്യന്മാർ മുസ്ലിമാന്നുള്ളതിന്റെ രേഖ അവന്റെ പേര് മാത്രം മുസ്ലിമിന്റെ കാര്യം. പേരൊക്കെ നല്ല പേരായിരിക്കും, അർത്ഥകരമായ പേര്. അല്ലെ? ഇപ്പൊ അങ്ങനെയാണല്ലോ, കുട്ടികൾ ജനിച്ചാൽ നല്ല അർത്ഥമുള്ള പേരിടും. അങ്ങനെ ഒരു കാലം വരും. എന്നാലോ വലാ യബ്കാമിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു, ഖുർആന്റെ അക്ഷരങ്ങൾ കൂട്ടി ഓതാൻ അറിയാന്നല്ലാണ്ട് വേറെ അറിവൊന്നും ഇല്ലാത്തൊരു ഒരു കൗമ ഇവിടെ ഉണ്ടാവും. ഒരു കാക അറിയ ഖുർആൻ ഇങ്ങനെ ഊന്ന് ഓതാനാണ്, കള്ളിക്കുരു എന്ന പ്രാവിന്റെ ഐഡിയ. അത് തന്നെ ഇപ്പൊ വലിയ ഭാഗ്യമാണ്. അല്ലേ? അങ്ങനെ ഓതാൻ കഴിയുന്ന തന്നെ ഓല് തന്നെ വെള്ളിയാഴ്ച ജുമാക്കൊക്കെ വന്നാൽ എവിടെയെങ്കിലും ഒരു ഖുർആൻ എടുത്തിട്ട് കുറച്ചു നേരം നോക്കും, സൂറത്തുൽ കഹ്ഫ്. അതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കള്ളിക്കുരുന്ന പ്രാവിന്റെ അരി ഗുണു അറിയും. അതിനെന്താ പറഞ്ഞൊന്നും അറിയാം കേട്ടോ. എന്നിട്ട് റസൂലുള്ള പറയാ, മസാജിദുഹും ആമിറ, അന്ന് ആ വരുന്ന ആളുകൾ, ഖുർആനെ പഠിക്കാത്ത ആളുകൾ പള്ളിയിൽ വന്നാൽ, വഹിയ ഖറാബും മിനൽ ഹുദ, അവർക്കൊരിക്കലും ഖുർആന്റെ ഹുദ കിട്ടൂല. സന്മാർഗം ഉണ്ടാവില്ല. ഹുദൻലിൽ മുത്തഖീൻ എന്നാണ്, അത് കിട്ടൂല, അത് ഒഴിഞ്ഞു പോകും. ഖറാബും മിനൽ ഹുദ. എന്താ കാരണം? ഖുർആന്റെ അക്ഷരങ്ങൾ മാത്രം ഓതി, പക്ഷെ എന്തുണ്ടായില്ല, ഉള്ളിലേക്ക് കടന്നില്ല. അല്ലെ? അങ്ങനെ ഉള്ളിലേക്ക് കടക്കാത്ത ഒരു വിഭാഗം ആളുകളായിരുന്നു തൗറാത്തിന്റെ ആളുകൾ, മൂസാ നബിയുടെ. അവരെ അള്ളാഹു കണക്കിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? അവരെന്താ ചെയ്തതെന്നും അവരെന്തുകൊണ്ട് അള്ളാഹു ശപിച്ചു എന്നും നിങ്ങൾ അറിയേണ്ടത്. എന്താ അറിയുക? അവര് വളരെ കൃത്യമായിട്ട് അള്ളാന്റെ തൗറാത്ത് അവര് പഠിച്ചില്ല. ഹുമ്മിൽ തൗറാത്ത് സുമ്മലം യഹ്മിലുഹ,
അവരതെന്ത് ചെയ്തില്ല? ജീവിതത്തിൽ പാർത്തില്ല. തൗറാത്ത് ജീവിതത്തിൽ പാർത്തില്ല. അതുകൊണ്ട് അവർ മസൽ ഹിമാർ, കഴുതകളെ പോലെ മരിച്ചു. ഒരു മരിക്കുന്നത് മനുഷ്യന്മാരെ പോലല്ല. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹു ആക്ഷേപിച്ച ആ വിഭാഗത്തിലും നമ്മൾ പെടാതിരിക്കുക. പരമാവധി മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പാർത്താനും ഉൾക്കൊള്ളാനും പഠിക്കാനും ഉള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. വിവരമില്ലാതെ വന്നുപോയ തെറ്റുകൾ അള്ളാഹു നിർബന്ധമായി നമുക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മുഅ്മിനീകളായ മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ഖബറിലും പരലോകത്തും ശാശ്വതമായ വിജയത്തിലേക്ക് അവരെയും നമ്മെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം സാലിഹായ മോഹങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ചിരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات. اللهم علمنا القرآن يا رب العالمين. اللهم علمنا القرآن يا رب العالمين. اللهم علمنا القرآن يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.